നാട്ടുകാർക്കെല്ലാം സ്വാഗതം. ഞങ്ങൾ ഇവിടെ പറയുന്ന കഥയുടെ പേരാണ് ചട്ടിക്കലത്തിലെ കിണ്ടി എന്നീ കഥയുടെ രചയിതാവായ സിദ്ദീഖ് അന്തരിക്കുകയോ. ഞങ്ങളുടെ കഥയുടെ ചുംബനം ഏർപ്പിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഈ ചെവിൽ ശബ്ദം നൽകാനുള്ള ഭാഗ്യം തന്നതിന് ഞങ്ങളുടെ ഓപ്പറേറ്ററായ അർഷാദ് മഞ്ചപ്പനും കബീർ കോയിക്കും ആട്ടുകുഞ്ഞി സത്താറിനും ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ കഥ തുടങ്ങുകയാണ്. ഞങ്ങളുടെ കഥയുടെ പേരാണ് ചട്ടിക്കലത്തിലെ കിണ്ടി. അങ്ങനെ ഒരു രാവ് പകലിൽ ആ സൂര്യൻ അസ്തമിച്ച് കടൽ തീരത്തേക്ക് എത്തുമ്പോൾ ഒരു മീൻപിടുത്തരക്കാരായ മുക്കോൻ കിണ്ടിയുമായി തൂറാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് പറയോ? പെട്ടെന്നൊരു കിണ്ടി പൊട്ടി ഉടനടി ഉണവീണ്. എന്താണെന്നറിയില്ലേ, എന്തുകൊണ്ടെന്നറിയില്ലേ, കിണ്ടിൻ്റെ ഉള്ളുണ്ടായി ആരാണെന്നറിയണ്ടേ, നസീറാണല്ലോ, നമ്മളെ കിണ്ടിയാണല്ലോ. അങ്ങനെ ആ ദിവസം തന്നെ ഒരുത്തൻ അവിടെ ബീറിന്റെ കുപ്പിയുമായി എത്തി. അത് നമ്മളുടെ കല്ലങ്കയിലെ മഞ്ചപ്പനായിരുന്നു. മഞ്ചപ്പനിലെ എന്ന ആ ബീറിന്റെ കുപ്പിയുമായി എത്തിയപ്പോൾ മഞ്ചപ്പന്റെ പേരാണ് മഞ്ചപ്പൻ ചൗക്കാസ്, മഞ്ചപ്പൻ അർഷാദ്. അങ്ങനെ ആ കഥയുടെ പ്രതിത്വം ഞാൻ കുറിക്കുന്നു. ഇതാ ഇവിടെ തുടങ്ങുകയാണ് ഞങ്ങളുടെ കഥയുടെ പേര്. ചട്ടിക്കാലത്തിലും വീണാലും കിണ്ടിന്റെ ഉള്ളിൽ വീകരുതേ, പുറത്തു വരില്ല. കിണ്ടിന്റെ ഉള്ളിൽ വീകരുതേ, പിന്നെ പുറത്ത് വരികയില്ല. അങ്ങനെ ഒരു ദിവസം കടൽക്കരയിൽ മീൻപിടുത്തക്കാരനായ ആ മുഖൻ അങ്ങനെ നടന്നു പോകുമ്പോൾ ആ സൂര്യന്റെ വെളിച്ചപ്രകാശം കൊണ്ട് ഒരു വലിയ കടലിൽ നിന്നുള്ള ഒരു ശബ്ദം കിട്ടും. ആ ശബ്ദത്തിൽ ആ ഭൂമിയുടെ നട്ടോടമായ ആ തലസി രാജാവ് അന്ന് ചോദിച്ചു, എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? അപ്പോൾ മന്ത്രിയുടെ മറുപടി, പെട്ടെന്നൊരു ഭൂമി മുട്ടി ഉടനടി കിണ്ടിയും പൊട്ടി, എന്താണെന്നറിയണ്ടേ, എന്തുകൊണ്ടെന്നറിയണ്ടേ, കിണ്ടിൻ്റെ ഉള്ള ആരാണെന്നല്ലേ ചോദ്യം. ഞങ്ങളുടെ കിണ്ടിൻ്റെ ഉള്ളിൽ ആരാണെന്ന ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയുകയാണ്, കിണ്ടിൻ്റെ ഉള്ളിൽ നസീറാണെന്ന് വച്ചു പറഞ്ഞ ആ മുക്കോൻ അതാ കരയുകയാണ്.